നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ടവർഗം പഠിക്കാൻ തുടങ്ങുകയാണ്. ടവർഗത്തിലെ ആദ്യത്തെ അക്ഷരം ട. ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ് ട. അടുത്തത് ഠ. ഈ ഠയുടെ കൂടെ ഹ ചേർത്ത് ഉച്ചരിക്കുന്നതാണ് ഠ. ട് പ്ലസ് ഹ സമം ഠ. ഈ ടായുടെ കൂടെ ഹായുടെ ശബ്ദം കൂടി ചേർത്ത് ഉച്ചരിക്കുന്ന ശബ്ദമാണ് ഠ എന്ന ടവർഗത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിനുള്ളത്. എങ്ങനെയാണ് എഴുതിയത്? ഈ രണ്ട് വരയിലും തൊട്ട് നിൽക്കുന്ന ഒരു പൂജ്യം വരയ്ക്കുകയാണ് ഠ. ഇനി നമുക്ക് ഠ വരുന്ന വാക്കുകൾ പഠിക്കാം. ആദ്യം എഴുതുന്ന വാക്ക് പഠിച്ചു. പ ഠി ഛു. ച ഉറപ്പിച്ചുച്ചിരിക്കുന്നുണ്ട്. ചായുടെ കൂട്ടക്ഷരം എഴുതി ഉ എന്നതിൻ്റെ ചിഹ്നവും ചേർത്തു. പഠിച്ചു. അടുത്ത് നമുക്ക് പാഠം എന്നെഴുതാം. പാഠം. പ എഴുതി ആയുടെ ചിഹ്നം ചേർക്കുമ്പോൾ പാ എന്നായി. ഇനി ഠ വരച്ച് അമ്മിൻ്റെ ചിഹ്നം കൂടെ ചേർക്കുമ്പോൾ പാഠം എന്നുച്ചരിക്കും. പാഠം. അടുത്ത് നമുക്ക് മിഠായി എന്നെഴുതാം. മാ എഴുതി ഈയുടെ ചിഹ്നം ചേർക്കുമ്പോൾ മീയായി. മീ. മാ എഴുതി ഈയുടെ ചിഹ്നം ചേർത്തപ്പോൾ മീ ആയി. ഇനി ഠ എഴുതി ആയുടെ ചിഹ്നം ചേർക്കണം. മിഠായി. യാ എഴുതി ഈയുടെ ചിഹ്നം. മിഠായി. മിഠായി. അടുത്ത് നമുക്ക് പീഠം എന്നെഴുതാം. പീ. പാ എഴുതി ഈയുടെ ചിഹ്നം ഈയുടെ ചിഹ്നം. പീഠം. ഠ വരച്ച് അമ്മിൻ്റെ ചിഹ്നവും ചേർത്തു. ഠായും അമ്മിൻ്റെ ചിഹ്നവും പൂജ്യം തന്നെയാണ്. എന്താണ് വ്യത്യാസം വരുന്നത്? ഈ രണ്ട് വരയിലും തൊട്ട് നിൽക്കുന്ന അത്രയും വലുപ്പം ഠ എന്ന അക്ഷരത്തിനുണ്ട്. അമ്മിൻ്റെ ചിഹ്നത്തിന് ഈ രണ്ട് വരയുടെ പകുതി വലുപ്പം മാത്രമേ ഉള്ളൂ. ഠ എന്ന അക്ഷരം വലുപ്പം കുറച്ച് എഴുതിക്കഴിഞ്ഞാൽ അമ്മിൻ്റെ ചിഹ്നമാണോ എന്ന് നമുക്ക് സംശയം തോന്നാം. ഠ എന്ന അക്ഷരം ശരിയായ രീതിയിൽ എഴുതാൻ ശ്രമിക്കണം. അടുത്തത് നമുക്ക് ഖഠാര എന്നെഴുതാം. ക ഠ. ഠ എഴുതി അതിൻ്റെ ചിഹ്നം. കഠാര. കഠാര. അടുത്തത് നമുക്ക് മഠം എന്നെഴുതാം. മഠം. മ ഠം. മഠം. മഠം. അടുത്തത് നമുക്ക് ഷാഠ്യം എന്നെഴുതാം. ഷാഠ്യം. ഷാ എഴുതി ആയുടെ ചിഹ്നം വരച്ചു. ഷാഠ്യം. ഠ വരച്ച് യായുടെ ശബ്ദമാണ് ഇനി കേൾക്കുന്നത്. യായുടെ ചിഹ്നം വരച്ച് അമ്മിൻ്റെ ചിഹ്നവും ചേർത്തു. ഷാഠ്യം. ഷാഠ്യം. അപ്പം നമ്മൾ ഇന്ന് ടവർഗത്തിലെ രണ്ടാമത്തെ അക്ഷരമാണ് പഠിച്ചത്. ടവർഗത്തിലെ ആദ്യത്തെ അക്ഷരം ടായാണ്. ഈ ടാ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഹ ചേർത്ത് ഉച്ചരിക്കുന്നതാണ്. ഹായുടെ ശബ്ദവും കൂടെ ചേർന്ന് കേൾക്കുന്നതാണ് ഠ എന്ന ശബ്ദം. ഠ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം. ട് പ്ലസ് ഹ സമം ഠ. രണ്ട് വരയിലും തൊട്ടുകൊണ്ടുള്ള ഒരു പൂജ്യമാണ് ഠ എന്ന അക്ഷരം. പിന്നെ നമ്മൾ ഠ വരുന്ന വാക്കുകളാണ് പഠിച്ചത്. ഠ വരുന്ന വാക്കുകളായ പഠിച്ചു, പാഠം, മിഠായി, പീഠം, കഠാര, മഠം, ഷാഠ്യം. ഇന്ന് നമ്മൾ പഠിച്ച ഠ എന്ന അക്ഷരവും ഠ വരുന്ന ഈ വാക്കുകളും പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. നമസ്കാരം.